നമസ്കാരം. യുദ്ധലക്ഷ്യങ്ങൾ നേടാനായി എന്ന് അമേരിക്ക തുടർച്ചയായി അവകാശപ്പെടുമ്പോൾ ഇറാൻ പറയുന്നത് ഞങ്ങൾ അതുക്കും മുന്നേ ലക്ഷ്യത്തിലെത്തിയെന്നാണ്. അമേരിക്ക ഈ കഴിഞ്ഞ 2 ദിവസമായിട്ടാണ് യുദ്ധലക്ഷ്യങ്ങൾ നേടി, യുദ്ധം നിർത്താൻ പോകുന്നു, യുദ്ധത്തിന്റെ ആവശ്യമിനിയില്ല, ഇറാൻ പൂർണ്ണമായും തകർന്നു, അവിടെ ഭരണ സംവിധാനമില്ല, ഭരണമാറ്റം ഉടൻ ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ ഇറാൻ ആകട്ടെ അവരുടെ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുത്തു. അദ്ദേഹം ഇവിടെ അധികാരത്തിലെത്തിയതിനു ശേഷം അമേരിക്കക്കും ഇസ്രായേലിനും നല്ല ഷോക്ക് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ നേരത്തെ തന്നെ ലക്ഷ്യം നേടി, അതുകൊണ്ട് വേണമെങ്കിൽ ഞങ്ങൾ നിർത്താം, പക്ഷെ ചില നിബന്ധനകൾക്ക് വിധേയമാണ് എന്നാണ് ഇറാൻ പറയുന്നത്. അവർക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ കൊടുക്കണം, അതുപോലെ തന്നെ മേലാൽ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് വെറുതെ പറഞ്ഞാൽ പോരാ, അന്താരാഷ്ട്ര തലത്തിൽ ഒരു ഉറപ്പുണ്ടാകണം. ഇതൊക്കെയാണ് ഇറാന്റെ നിബന്ധനകൾ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവകാശവാദങ്ങളും വാക്പോരുകളും ഒക്കെ കനക്കുന്നുണ്ട്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എന്തോ ഒരു ഊരാക്കുടുക്കിൽ ചെന്ന് പെട്ടു എന്ന് അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജ് വ്യക്തമാക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു നിലപാടില്ല, പറയുന്നത് പരസ്പരം വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്, മാറ്റി പറയുന്നു. നേരത്തെ പറഞ്ഞത് എന്താണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഇപ്പൊ പറയാൻ കഴിയില്ല. അതാണ് അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ. ഇനി അദ്ദേഹത്തിന്റെ ഈ വാർദ്ധക്യ സഹജമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ അദ്ദേഹം അങ്ങനെ പറയുന്നത് എന്നൊന്നും പറയാൻ കഴിയില്ല. എന്തോ അദ്ദേഹം പരസ്പര വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തെങ്കിലും അദ്ദേഹത്തിന് കാര്യമായ രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ആരെങ്കിലും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോ അദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങിയവരോ, അല്ലെങ്കിൽ അദ്ദേഹം മറ്റാരുടെയെങ്കിലും വാക്ക് കേട്ട് ഇറങ്ങിയതാണോ, അങ്ങനെ അദ്ദേഹം ആരുടെയെങ്കിലും വാക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ, ഇതൊന്നും പറയാൻ കഴിയില്ല. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഞാനും ചേർന്നാണ് ഇസ്രായേലികളെ രക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും പിന്നീട് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള പരാമർശങ്ങളൊന്നും കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ പരസ്പര വിരുദ്ധമായി അദ്ദേഹം സംസാരിക്കുന്നു. മാത്രമല്ല, ഈ ഒരു പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രത്യക്ഷപ്പെട്ട ചില വാർത്തകളുണ്ട്. ആ വാർത്തകൾ കൂടെ ഇവിടെ ഒന്നും പറയാതിരിക്കാൻ കഴിയില്ല. അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ 3 ആക്രമണങ്ങൾ നടത്തി. ഈ 3 ആക്രമണങ്ങളും ലക്ഷ്യത്തിൽ പതിച്ചു. വലിയ നഷ്ടങ്ങൾ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഒരു 4 ദിവസം മുമ്പാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നേരെ ഒരു ആക്രമണം ഉണ്ടായി. ഈ ആക്രമണത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ചീഫ് ഓഫ് സ്റ്റാഫിൽ പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തി കൊല്ലപ്പെട്ടു എന്ന വാർത്ത പിന്നീട് വന്നു. ഓഫീസ് തകർത്ത് തരിപ്പണമാക്കി. അതിനുശേഷം ഇവിടെ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട ആളുകൾ ഒളിച്ചിരിക്കുന്ന ബങ്കർ ഇവിടെ ഇറാൻ ആക്രമിച്ച് നശിപ്പിച്ചു കളഞ്ഞു. പിന്നീട് ഇവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വസതി തകർത്തു. എന്നാലും ഈ 3 ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് എന്തോ സംഭവിച്ചു എന്നുള്ള ചില അഭ്യൂഹങ്ങൾ, അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുവരെ ഇറാൻ മാധ്യമമായിട്ടുള്ള തസ്നിം ന്യൂസ് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരൻ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അതുപോലെ പ്രതിരോധ മന്ത്രി ഇറ്റാമർ ബെൻഗിർ, അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചു, അദ്ദേഹത്തിനെ കുറിച്ചൊരു വിവരവുമില്ല എന്ന വാർത്തകൾ പുറത്തു വരുന്നു. ഇതിനിടക്കാണ് ഇവിടെ ഇസ്രായേലിന്റെ ധനമന്ത്രിയായിട്ടുള്ള സ്മോട്രിച്ചിന്റെ മകന് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുന്നത്. നിരവധി ഇസ്രായേലിലെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഇതിനോടകം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ വിവരങ്ങളൊക്കെ ഇസ്രായേൽ മറച്ചു വെച്ചിരിക്കുകയാണ്. ഇസ്രായേലിനകത്ത് നിന്ന് വിവരങ്ങൾ പുറത്തു വരുന്നില്ല. കൃത്യമായി മാധ്യമ പ്രവർത്തനം നടത്താൻ കഴിയാത്ത ഒരു രാജ്യമായി മാറി ഇസ്രായേൽ എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു ഇന്ത്യൻ ജേർണലിസ്റ്റാണ്. അതുപോലെ തന്നെ ഒരു UK കാരനായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനും അത്തരത്തിലുള്ള ചില അഭിപ്രായങ്ങൾ പങ്കുവച്ചു. അതായത് സ്വതന്ത്രമായ പണി നടത്താൻ കഴിയുന്നില്ല, വലിയ നഷ്ടങ്ങൾ ഇസ്രായേലിനകത്ത് ഉണ്ടാകുന്നുണ്ട് എന്നതാണ് ഇരുവരും പറഞ്ഞത്. അത്തരത്തിലുള്ള വാർത്തകൾ ഇവിടെ ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പല പ്രമുഖരും അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ചില പ്രതികരണങ്ങളിലേക്ക് കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി, അതുപോലെ പ്രതിരോധ മന്ത്രി ഇറ്റാമർ ബെൻഗിർ, അങ്ങനെയുള്ള ആളുകളുടെ ഫോട്ടോയൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിച്ച് മക്കളെ മടങ്ങി വരൂ എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ, അത്തരത്തിലുള്ള ക്യാപ്ഷനോട് കൂടിയുള്ള ഫോട്ടോകൾ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ ഇങ്ങനെ വലിയ ആരോപണങ്ങൾ, വലിയ അവകാശവാദങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് ഉയർന്നു വരുമ്പോൾ ഈ പറയപ്പെടുന്ന ആളുകളെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോഴില്ല. ഇവരൊക്കെ എവിടെയാണ്? ഒളിവിലാണോ? ഈ ഒളിവിലാണെങ്കിൽ പോലും ഇവിടെ യുദ്ധമുഖത്തുള്ള സൈനികരെ അവരെ നിർവീര്യമാക്കാതിരിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെയൊക്കെ ഒരു ആരോപണം ഉയർന്നു വന്നാൽ, അല്ലെങ്കിൽ ഒരു തിരിച്ചടി കിട്ടിയാൽ ഇവരെയൊക്കെ ഒന്ന് പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വീഡിയോകളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്.
ഇതിപ്പോൾ വീഡിയോകളിൽ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം കാണാൻ കഴിയുന്നില്ല. ഒരു നിരക്കും അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം കാണാൻ കഴിയുന്നില്ല. ഇറ്റാമർ ബെൻഗീറിന്റെ സാന്നിധ്യം കാണാൻ കഴിയുന്നില്ല. എന്തിനേറെ പറയുന്നു, ഇസ്രായേലിലെ പ്രമുഖരായിട്ടുള്ള ആളുകളെ കുറിച്ച് അവർ പറയുന്നു, അവർ ചെയ്യുന്നു, അവർ കേൾക്കുന്നു, അവർ അറിയുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ നമുക്ക് കാണാം. പുതിയതായിട്ടുള്ള ഒരു ദൃശ്യവും പുറത്തു വരുന്നില്ല. ഇത്രമാത്രമൊക്കെ പേടിക്കണോ ഇറാനെ? ഇറാനെ മുഴുവൻ നശിപ്പിച്ചു എന്നാണ് ഇസ്രായേലും അമേരിക്കയും ഒക്കെ ആവർത്തിച്ച് പറയുന്നത്. ആക്രമിക്കാനുള്ള ശേഷിയൊന്നും അവർക്കില്ല, ആയുധങ്ങളില്ല എന്ന് പറയുമ്പോഴാണ് ഇവരൊക്കെ മടയിൽ തന്നെ ഒളിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് എന്ന് പോലും അറിയാൻ കഴിയാത്തത്. ഇവർക്കൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇത്ര വലിയ ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ സ്വന്തം നാട്ടിലെ ജനങ്ങളെ അല്ലെങ്കിൽ സ്വന്തം സൈന്യത്തെ പോലും ഒന്ന് അവർക്കൊരു ധൈര്യം പകരുന്നതിന് വേണ്ടിയെങ്കിലും നേതാക്കൾ രംഗത്ത് വരണം. ഈ ആയത്തുള്ള അലി ഖംനായി ഒക്കെ അങ്ങനെയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അഭയം കൊടുക്കാൻ റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഒക്കെ തയ്യാറായിരുന്നു. അവരുടെ സഖ്യരാജ്യങ്ങളൊക്കെ തയ്യാറായിരുന്നു. നേരത്തെ സിറിയയിലേക്ക് ഇവിടെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പിന്തുണയോടുകൂടി അവിടുത്തെ വിമത വിഭാഗം ആക്രമണം നടത്തി ഇന്ന് അവർ അധികാരത്തിലെത്തി. ഒരു അട്ടിമറി ആസന്നമായപ്പോൾ, അത്തരം ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അവിടുത്തെ നിലവിലെ ഭരണാധികാരി ബഷർ അൽ അസദ് അദ്ദേഹം റഷ്യയിൽ അഭയം തേടി. അങ്ങനെ ആയത്തുള്ള അലി ഖംനായിക്ക് വേണമെങ്കിൽ രാജ്യം വിടാമായിരുന്നു. പക്ഷെ അദ്ദേഹം നെഞ്ചു വിരിച്ച് ഇറാനിൽ തന്നെ നിന്നു. ഇവിടെ യുദ്ധ സാഹചര്യങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാനും ഉന്നത സൈനിക ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാനും അവരെ പ്രചോദിപ്പിക്കാനും അവരിൽ വീര്യം പകരാനും ഒക്കെ അദ്ദേഹം സദാസമയവും അദ്ദേഹം ഇടപെട്ടിരുന്നു. ദൈനംദിന ഇടപെടൽ അദ്ദേഹം നടത്തിയിരുന്നു. അങ്ങനെ ഇടപെട്ടതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം രക്തസാക്ഷിയാകുന്നത്. ഈ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും അതുപോലെ തന്നെ മറ്റ് വേണ്ടപ്പെട്ട ആളുകളും ഒക്കെ കൊല്ലപ്പെട്ടു. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഒരു കാര്യം ഇവിടെ അദ്ദേഹം നാട് വിട്ടു പോയിട്ടില്ല. മാത്രമല്ല, ഈ യുദ്ധം ആസന്നമായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം മുങ്ങി ഒളിച്ചു എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം പൊതുപരിപാടികളിൽ പങ്കെടുത്തിരുന്നു, പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്തിരുന്നു. പക്ഷെ ഇവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി അതുപോലെ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി തുടങ്ങിയ ആളുകളൊന്നും രംഗത്തേക്ക് വരുന്നില്ല. എന്ത് സംഭവിച്ചു അവർക്ക്? സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്നത് ഇങ്ങനെ തന്നെയാണ്, അവരുടെ പ്രതികരണം ഇങ്ങനെയാണ്: മക്കളെ മടങ്ങി വരൂ, നിങ്ങളെ കാത്തിരിക്കുന്നു, ഇസ്രായേലികൾ കാത്തിരിക്കുന്നു, ഇസ്രായേലിലെ സാധാരണക്കാർ കാത്തിരിക്കുന്നു, അവിടുത്തെ സൈന്യം കാത്തിരിക്കുന്നു, അവിടുത്തെ ഉദ്യോഗസ്ഥർ കാത്തിരിക്കുന്നു. നിങ്ങളുടെ ഒരു വാക്കിനു വേണ്ടി, നിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ മടങ്ങി വരൂ എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പോലും ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്.